ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. സേഡ് എന്ന യുവതി ആദ്യമായി ഒരു ചെറുകിട ബിസിനസ് ആരംഭിച്ചു. വേഗത്തിൽ ബിസിനസ് വളരണമെന്നും ധാരാളം പണവും മറ്റുള്ളവരുടെ ആദരവും നേടി ഒരു പ്രസിദ്ധി ആവണമെന്നും അവൾ ആഗ്രഹിച്ചു. അതിനാൽ അവൾ എപ്പോഴും തിരക്കിലായിരുന്നു. പക്ഷേ അവൾ പ്രതീക്ഷിച്ചതുപോലെ മുന്നേറാൻ കഴിഞ്ഞില്ല. അതൊരു പരാജയമായി അവൾ കണക്കാക്കി. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് അവൾ അടുത്ത ഗ്രാമത്തിൽ തൻ്റെ മുത്തശ്ശിയെ കാണാൻ പോയി. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി കൈകൊണ്ട് ഒരു കളിമൺ കലം രൂപപ്പെടുത്തുകയായിരുന്നു. സേഡ് സൂക്ഷ്മ നിരീക്ഷണം നടത്തി ചോദിച്ചു, മുത്തശ്ശി, എന്തുകൊണ്ടാണ് ഈ കളിമണ്ണ് ഇത്ര പതുക്കെ അമർത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത് വേഗത്തിൽ അമർത്തിയാൽ ഒറ്റയടിക്ക് പൂർത്തിയാക്കാൻ കഴിയില്ലേ? മുത്തശ്ശി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനത് തിടുക്കത്തിൽ ചെയ്താൽ ഇന്ന് നന്നായി കാണപ്പെടുന്ന കലം വേഗത്തിൽ പൊട്ടിപ്പോകുവാൻ ഇടയാകും. അതിനാവശ്യമായ മർദ്ദം സാവകാശം ലഭിക്കണം. ദിവസങ്ങൾക്ക് ശേഷം സേഡ് വീണ്ടും മുത്തശ്ശിയെ കാണാനെത്തിയപ്പോൾ അതേ കലം ചൂളയിൽ നന്നായി ചുട്ടെടുത്തതും ശക്തവും മനോഹരവുമാണെന്ന് കണ്ടു. മുത്തശ്ശി അതവൾക്ക് നൽകി. സമ്മർദ്ദം, ക്ഷമ, സമയം എന്നിവയാണ് ഈ കലം ഉപയോഗപ്രദമാക്കിയത് എന്ന് പറഞ്ഞു. അന്ന് സേഡ് മനസ്സിലാക്കി, ഓരോന്നും വിജയകരമാകുന്നതിന് അതിൻ്റേതായ സമയം ആവശ്യമാണ്. അതോടെ തൻ്റെ ബിസിനസ് വളരുന്നതിനുള്ള ധൃതി അവൾ ഉപേക്ഷിച്ചു. അവൾ തന്നെ പക്വതയുള്ള ഒരു യുവതിയായി രൂപാന്തരപ്പെട്ടു. ഈ ലോകത്തിൽ എല്ലാറ്റിനും ഒരു സമയപരിധി ആവശ്യമാണ്. ഒരു കോഴിമുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വരുന്നതിന് ചൂട് അനിവാര്യമാണ്. എന്നാൽ മുട്ട വേഗത്തിൽ ചൂടാക്കിയാലോ? ഒരു ചെടി നട്ടിട്ട് അത് വേഗത്തിൽ കിളിർക്കണമെന്ന് കരുതിയാൽ സാധിക്കില്ലല്ലോ. എൻ്റെ ഒരു അധ്യാപകൻ പറയുമായിരുന്നു, തത്രപ്പെട്ടതുകൊണ്ട് മീശ കിളിർക്കില്ല എന്ന്. പെയ്യ തിന്നാൽ പനയും തിന്നാം എന്ന ചൊല്ല് എല്ലാവർക്കും പരിചിതമാണ്. ഏതാനും അതിൻ്റേതായ സമയം വേണം. ഇവ എല്ലാം സൂചിപ്പിക്കുന്നത് സമയത്തിൻ്റെ പൂർണ്ണതയിലല്ലാതെ ഒന്നും ശരിയാവില്ല എന്നാണ്. ജീവിതത്തിൽ എല്ലാറ്റിനും സമയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സമയത്തെ അവഗണിച്ച് നമ്മുടെ ഇഷ്ടാനുസരണം ഒന്നും ചെയ്യുവാൻ നമുക്ക് കഴിയില്ല. ആകയാൽ ഓരോന്നും പക്വമായി വരുന്നത് വരെ നാം കാത്തിരിക്കേണ്ടതായുണ്ട്. അങ്ങനെ ദീർഘക്ഷമയോടെ കാത്തിരിപ്പാൻ നാം സജ്ജരാവണം. അപ്പോഴാണ് വിജയം സാധ്യമാവുക. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ജീവിതത്തിൻ്റെ എല്ലാ സമയവും ശരിയായി വിനിയോഗിപ്പാൻ തക്കവണ്ണം ആവശ്യമായ പ്രായോഗിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. അലസതയെ വെടിഞ്ഞുകൊണ്ട് ഉന്മേഷത്തോടും ഊർജ്ജസ്വലതയോടും പ്രവർത്തിപ്പാൻ തക്കവണ്ണം ആവശ്യമായ ദൈവകൃപ തന്ന് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.